പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം ഇന്ന് ധ്യാനിക്കുന്നത് രക്ഷാകര ചരിത്രത്തിൽ നിറഞ്ഞു നിന്ന സാന്നിധ്യം, അതായത് പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ചാണ്. മറിയത്തെക്കുറിച്ച് പറയുമ്പോൾ മറിയത്തെ സംബന്ധിച്ചുള്ള വിശ്വാസ സത്യമാണ് അവൾ ദൈവത്തിൻ്റെ അമ്മയാണ് എന്നുള്ളത്. ഇത് കേവലം മാനുഷികമായ ചിന്തകളിൽ നല്ല, മറിച്ച് ദൈവവചനത്തെ ആധാരമാക്കിയുള്ളതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോൾ 41 മുതലുള്ള തിരുവചനങ്ങളിൽ നാം വായിക്കുന്നു, മറിയം എലിസബത്തിനെ സന്ദർശിക്കുമ്പോൾ മറിയത്തിന്റെ അഭിവാദന സ്വരം കേട്ട് എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടുന്നു. ലോകചരിത്രത്തില് ഇതുവരെ നടക്കാത്ത ഒരു സംഭവമാണ്. ഒരു സ്ത്രീയുടെ സ്വരത്തിൽ നിന്നും ഒരു ഗർഭിണിയുടെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടുന്നു. ഇതിന് കാരണമുണ്ട്. അവൾ ദൈവത്തിന്റെ ശക്തമായ ഉപകരണമായിരുന്നു. അവളുടെ സ്വരത്തിൽ പോലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നിരുന്നു. ഏറ്റവും ശ്രദ്ധേയമായ വചനം 43-ാമത്തെ വചനമാണ്. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഇങ്ങനെ പ്രഘോഷിക്കുന്നു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇത് മാനുഷികമായ ചിന്തകളിൽ നല്ല എലിസബത്ത് പറയുന്നത്. കാരണം തൻ്റെ ബന്ധുവാണെന്നുള്ള അറിവ്, അവളുടെ കുടുംബത്തെക്കുറിച്ചുള്ള അറിവ്, ഇത് മാത്രമായിരുന്നു എലിസബത്തിന് ഉണ്ടായിരുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് അവളെ ഈ സത്യം പഠിപ്പിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തില് 2-ാം അധ്യായത്തിൽ 10-ാം തിരുവചനം നാം ഇങ്ങനെ കാണുന്നു, എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും, ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിന് ദൈവത്തിന്റെ എല്ലാ നിഗൂഢ രഹസ്യങ്ങളും അറിയാം. അവനത് പഠിപ്പിക്കും. ഇതാണ് എലിസബത്തിനെ ദൈവാത്മാവ് പഠിപ്പിച്ചത്. നിന്റെ അടുത്ത് വരുന്ന മറിയം, നിന്റെ ബന്ധു, അവൾ ദൈവത്തിന്റെ അമ്മയാകാൻ പോകുന്നവളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ നാം കാണുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തില് 3-ാം അധ്യായം 28-29 നാം കാണുന്നു, എല്ലാ മനുഷ്യമക്കളുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടും, എല്ലാ ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിന് എതിരായി പാപം ചെയ്യുന്നവന്, പരിശുദ്ധാത്മാവിന് എതിരായി ദൂഷണം പറയുന്നവന് ഒരിക്കലും പാപത്തിൽ നിന്ന് മോചനമില്ല. പരിശുദ്ധ കന്യാമറിയത്തെ നാം ദൈവത്തിന്റെ അമ്മയായി അംഗീകരിക്കാതിരിക്കുമ്പോൾ, ആ സത്യം നാം പ്രഘോഷിക്കാതിരിക്കുമ്പോൾ യാതൊരു സംശയവുമില്ല, ഇത് പരിശുദ്ധാത്മാവിന് എതിരെയുള്ള പാപമാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ദൈവമാതൃത്വത്തിൽ നമുക്ക് സംശയമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനോട് തന്നെ നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യാമറിയം ദൈവമാതാവാണെന്നുള്ള വിശ്വാസം എന്നിൽ രൂഢമൂലമാക്കണമേ എന്ന്. രണ്ടാമത്തെ ഏറ്റവും വലിയ ഒരു ചിന്തയാണ്, അവള് ജീവനുള്ളവരുടെ മാതാവാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഹൗവയാണ്. സ്നേഹമുള്ളവരെ, പൗലോസ് ശ്ലീഹ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് 2-ാം ആദം എന്നാണ്. അപ്പോൾ ആരാണ് രണ്ടാമത്തെ ഹൗവ? ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ചിന്തകളാണ്. നവീകരണത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ സ്ഥാനം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. പരിശുദ്ധാത്മാവിനോട് തന്നെ എൻ്റെ പ്രാർത്ഥനയിൽ ചോദിച്ചു, ഇവൾ എങ്ങനെ, കന്യകാമറിയം എങ്ങനെ രണ്ടാമത്തെ ഹൗവയാകും? എൻ്റെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് നൽകിയ ചിന്തകൾ ഇതായിരുന്നു. ആദ്യത്തെ ഹൗവ, അവൾ തൻ്റെ ഹൃദയം അശുദ്ധാത്മാവിന് വേണ്ടി, പിശാചിനു വേണ്ടി തുറന്നു കൊടുക്കുന്നു. അങ്ങനെ തുറന്നു കൊടുക്കുമ്പോൾ അവളിൽ ഒരു കനി രൂപം കൊള്ളുന്നു. അത് പാപത്തിന്റെ കനി. ഈ പാപത്തിന്റെ കനി ആദമിന് കൊടുക്കുമ്പോൾ അത് ലോകത്തിനാണ് അവൾ നൽകിയത്. ഈ കനി ഭക്ഷിച്ചതോടുകൂടെ ആദം ആത്മീയമായി മരിക്കുന്നു, ലോകം പാപത്തിൽ മരിക്കുന്നു. എന്നാൽ നീ നോക്കുക, രണ്ടാമത്തെ ഹൗവയിലേക്ക്, രണ്ടാമത്തെ സ്ത്രീയിലേക്ക്, അതെ, അവൾ സ്ത്രീയാണ്. രണ്ടാമത്തെ സ്ത്രീയിലേക്ക് നോക്കുക, അവൾ പരിശുദ്ധാത്മാവിന് വേണ്ടി തൻ്റെ ഹൃദയം തുറന്നു കൊടുക്കുന്നു. അപ്പോൾ അവളിൽ ഒരു കനി രൂപം കൊള്ളുന്നു, യേശുക്രിസ്തു. അത് ലോകത്തിന് കൊടുക്കുമ്പോൾ അത് ഭക്ഷിക്കുന്നവർ, വിശുദ്ധിയോടുകൂടി ആ കനി ഭക്ഷിക്കുന്നവർ ജീവിക്കുന്നു.
ഇതാണ് യോഹന്നാന്റെ സുവിശേഷത്തില് 6-ാം അധ്യായം 54-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഈശോ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. നിത്യജീവനുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ മരിക്കുകയില്ല. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, അവള് സ്ത്രീയാണ്. കാരണം സഭാപ്രസംഗികന്റെ പുസ്തകത്തില് 7-ാം അധ്യായത്തിലെ 28-ാം തിരുവചനത്തിൽ ഇപ്രകാരം സഭാപ്രസംഗികൻ എഴുതിയിരിക്കുന്നു, 1000-ൽ ഒരുവനെ ഞാൻ പുരുഷനായി കണ്ടു, എന്നാൽ ഒരുവളെ ഞാൻ സ്ത്രീയായി കണ്ടില്ല. എന്നാൽ സ്ത്രീ എന്ന് യേശുക്രിസ്തു ഒരാളെ സംബോധന ചെയ്യുന്നു, നാം കാണുന്നുണ്ട്. ഇതുകൊണ്ടാണ് മറിയത്തെ നോക്കി വളരെ വ്യക്തമായി കാനായിലെ കല്യാണത്തിന്റെ ആ ദിവസത്തിൽ യേശുക്രിസ്തു സ്ത്രീയെ എന്ന് വിളിക്കുന്നത്. ആദ്യ പാപത്തിന് കാരണം ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ആദ്യ അത്ഭുതത്തിന് കാരണമായി തീർന്നത് ഒരു സ്ത്രീ ആയിരുന്നു. കാരണം മറിയത്തിന്റെ അപേക്ഷ അനുസരിച്ചാണ് യേശുക്രിസ്തു അവിടെ അത്ഭുതം പ്രവർത്തിച്ചത്. ഇനി നമുക്കറിയാം, എല്ലാം പൂർത്തിയായി എന്ന് യേശുക്രിസ്തു പറയുന്ന ആ പൂർത്തീകരണത്തിന് മുമ്പ് ക്രൈസ്തവനെ സംബന്ധിച്ച് അവന്റെ ഏറ്റവും പ്രധാനമായ ആരാധനയാണ് വിശുദ്ധ കുർബാന. ആദ്യത്തെ ദിവ്യബലിയില് അതിന്റെ അവസാന സമയത്ത് യേശുക്രിസ്തു ഇതാ വീണ്ടും മറിയത്തെ സ്ത്രീയെ എന്ന് വിളിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തില് 19-ാം അധ്യായത്തില് 26, 27 തിരുവചനങ്ങൾ നാം കാണുന്നു. അവൻ അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. താൻ സ്നേഹിച്ച ശിഷ്യനോട് പറയുന്നു, ഇതാ നിന്റെ അമ്മ. അതെ, ഹൗവയിലൂടെ നഷ്ടപ്പെട്ട ആ മാതൃത്വം അല്ലെങ്കിൽ സ്ത്രീയുടെ ഗുണങ്ങൾ ഇതാ നാം കണ്ടെത്തുന്നു മറിയത്തിൽ. പ്രിയമുള്ളവരെ, യാതൊരു സംശയവുമില്ല, യോഹന്നാന് തന്റെ കുരിശൻ ചുവട്ടിലൂടെ അമ്മയെ നൽകിക്കൊണ്ട് ലോകത്തിന് മുഴുവനുമായി തന്റെ അമ്മയെ നൽകി. ഹൗവായിലൂടെ നഷ്ടപ്പെട്ട പരിശുദ്ധമായ മാതൃത്വം ഇതാ നമുക്ക് മറിയത്തിലൂടെ തിരിച്ചു കിട്ടുന്നു. അതെ, നമുക്ക് പറയാം, മറിയമേ, നീ എൻ്റെ അമ്മയാണ്. മറിയം എന്റേതും നമ്മുടേതും ഈ ലോകത്തിന്റെ മുഴുവനും അമ്മയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. മറ്റ് ഒരു വിശേഷണമാണ് മറിയത്തെ കുറിച്ച്, മറിയം വിശ്വാസികളുടെ അമ്മയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം വായിക്കുമ്പോൾ നാം അവിടെ വിശ്വാസികളുടെ പിതാവിനെ കാണുന്നു. മൊറിയാമലയുടെ നെറുകയില് തനിക്ക് ലഭിച്ച അമൂല്യമായ സമ്മാനത്തെ ബലി കഴിക്കുവാനായിട്ട് ഒരു കത്തിയുമായി നിൽക്കുന്ന അബ്രഹാമിനെ നാം കാണുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു സാഹചര്യമാണ് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവാക്കി മാറ്റിയത്. ദൈവത്തിലുള്ള ആവർത്തിച്ചുള്ള വിശ്വാസ പ്രഖ്യാപനമായിരുന്നു അത്. ഇതാ പുതിയ നിയമത്തിലും നാം കാണുന്നു. ശിമിയോൻ പ്രവാചകന് ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ ശിമിയോൻ പ്രവാചകൻ പറയുന്നുണ്ട്, 2-ാം അധ്യായത്തില് 35-ാം തിരുവചനത്തിൽ പറയുന്നു, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് തുളച്ചു കയറുമെന്ന്. അബ്രഹാം ഇതാ കത്തിയുമായിട്ട് നിൽക്കുന്നെങ്കിൽ ഇതാ ഹൃദയത്തിൽ ഒരു വാളുമായിട്ട് കുരിശിന്റെ അരികിൽ വിശ്വാസത്തോടെ ഒരു അമ്മ നിൽപ്പുണ്ട്. നാം കാണുന്നുണ്ട്, യേശുക്രിസ്തുവിന്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ടവര് അനുഭവിച്ചവരെല്ലാം ഓടിപ്പോയി. ഒരു സ്ലീഹ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ഓടിപ്പോയി. എല്ലാവരും അകന്നു പോയപ്പോൾ ഇതാ വിശ്വാസത്തോടുകൂടെ ഹൃദയത്തിൽ ഒരു വാളുമായിട്ട് ഇതാ പരിശുദ്ധ അമ്മ കുരിശിന്റെ അരികിൽ നിൽക്കുന്നു. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? അവൾക്ക് ആദത്തെ വിട്ടു നിൽക്കുവാൻ സാധിക്കുകയില്ല. അവൾ ഹൗവയാണ്. ആദം പർദീസായിലാണെങ്കിൽ, 2-ാമത്തെ ആദം പർദീസായിലേക്ക് പോയെങ്കിൽ യാതൊരു സംശയവുമില്ല, 2-ാമത്തെ ഹൗവയും പർദീസായിൽ ഉണ്ടായിരിക്കും. കാരണം ആദം മാത്രമുള്ള ഒരു പർദീസ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്, മറിച്ച് ഹൗവയുടെ ചേർന്നുള്ള 2-ാമത്തെ ഹൗവയുടെ ചേർന്നുള്ള മറിയവും ഒരുമിച്ചുള്ള പർദീസായാണ് ദൈവം വിവക്ഷിക്കുന്നത്. യാതൊരു സംശയമില്ല, ഈ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. ഈ നിമിഷത്തില് അമ്മയുടെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അമ്മ എങ്ങനെ ദൈവത്തിന്റെ മാതാവായി മാറി? അവൾ എളിമയുള്ളവളായിരുന്നു, ദൈവസ്നേഹത്തിന്റെ നിറവുള്ളവളായിരുന്നു, അവൾ വിശുദ്ധയായിരുന്നു. നമുക്കറിയാം, പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജനനത്തെ കുറിച്ച് മരിയ വാൾത്തോർത്തായിക്ക് ലഭിക്കുന്ന ദർശനങ്ങളില്, ആ മരിയ വാൾത്തോർത്തായുടെ ദർശനങ്ങൾ നിറഞ്ഞ ബുക്കാണ് ദൈവമനുഷ്യന്റെ സ്നേഹഗീത എന്ന് പറയുന്നത്. യെരുസലേം ദേവാലയത്തിൽ അനേകം കന്യകകള് പ്രാർത്ഥിച്ചിരുന്നു. അവരുടെ എല്ലാം പ്രാർത്ഥന രക്ഷകന്റെ അമ്മയായി ഞങ്ങളെ തിരഞ്ഞെടുക്കണം എന്നായിരുന്നു. എന്നാൽ മറിയം ഇങ്ങനെ പ്രാർത്ഥിച്ചു, രക്ഷകന്റെ അമ്മയെ എനിക്കൊന്ന് കാണിച്ചു തരണമേ, രക്ഷകനും അമ്മയ്ക്കും ശുശ്രൂഷ ചെയ്യുവാനായിട്ട്. അവളുടെ താഴ്മയാണ് ഇത് കാണിക്കുന്നത്. മറിയത്തിന്റെ സ്തോത്രഗീതത്തിൽ തന്നെ പറയുന്നുണ്ട്, അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചിരിക്കുന്നു.
ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. മറിയത്തോടൊപ്പം ലഭിക്കുന്ന വലിയൊരു പുണ്യമാണ് താഴ്മയുടെ അല്ലെങ്കിൽ എളിമയുടെ പുണ്യം. നമുക്ക് മറിയത്തോടൊപ്പം ആയിരിക്കാം, മറിയത്തെ പ്രകീർത്തിക്കാം. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഹിക്കുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ഗുണമാണ് പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം. പരിശുദ്ധ അമ്മയ്ക്ക് അഭിഷേകം ലഭിച്ചതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം ആ വ്യക്തികൾക്ക് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന മറ്റൊരു ഗുണമാണ് വിശുദ്ധി. ഒരു സ്ത്രീയെ, ഒരു പുരുഷനെ എങ്ങനെ നോക്കണം, അവരുമായി എങ്ങനെ ഇടപെടണം, പഞ്ചേന്ദ്രിയങ്ങളെ എങ്ങനെ നിയന്ത്രിക്കണം, ഈ ഒരു വിശുദ്ധി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ നമുക്ക് ലഭിക്കും. ഞാൻ ഓർക്കുന്നു, എൻ്റെ ജീവിതത്തിൽ തന്നെ ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചത്. എൻ്റെ അമ്മ പറഞ്ഞത് ഞാൻ ഓർക്കാറുണ്ട്, മോനെ, 2 പെൺമക്കൾക്ക് ശേഷം ഞാൻ ഒത്തിരി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമാണ് നീ എനിക്ക് ജനിച്ചതെന്ന്. ഞാൻ ഓർക്കുന്നു, മാതാവിൻ്റെ നിരന്തരമായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയുള്ള പ്രാർത്ഥന ഒരുപക്ഷെ നശിച്ചു പോകാതെ യേശുക്രിസ്തുവിലേക്ക് വരുവാനായിട്ട് എന്നെ സഹായിച്ചു. എൻ്റെ ശുശ്രൂഷകളിലൊക്കെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ ഒരു അഭിഷേകം എനിക്ക് അവിടെ ദർശിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തില് 1-ാം അധ്യായത്തില് 48-ാം തിരുവചനത്തിൽ പറയുന്നു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പ്രിയമുള്ളവരെ, മറിയത്തെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്നവരുടെ സംഘത്തിൽ നമുക്ക് ആയിരിക്കാം. മറിയത്തോടൊപ്പം ദൈവപിതാവിനോട് പ്രാർത്ഥിക്കാം. മറിയത്തിന്റെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയം പ്രാപിക്കാം. സ്നേഹവാനായ പിതാവേ, ഇത്രയും നിമിഷങ്ങള് അങ്ങയുടെ പ്രിയ മകളെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുകയായിരുന്നു. ഈശോയെ, യോഹന്നാനിലൂടെ അങ്ങയുടെ മാതാവിനെ ഈ ലോകത്തിന് നൽകി. ഞങ്ങൾ ഈ നിമിഷം അവളെ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ അമ്മയായി പ്രഖ്യാപിക്കുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി, ലോകത്തിനു വേണ്ടി നിത്യവും പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, അങ്ങേക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.